ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള അഫ്ഗാനി ചിക്കൻ. അതിനായി നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി, അതേപോലെ തന്നെ ഒരു കൈപ്പിടി പുതിന മല്ലിച്ചപ്പ്, ഒരു 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് അതിലേക്കൊരു 10-12 അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നല്ല തിന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റി അതിൽ കുറച്ച് തൈര് ഒഴിച്ച്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. പുളിയുള്ള തൈരാകുമ്പം കുറച്ച് ഒഴിച്ചാൽ മതി, പുളിയില്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിക്കാം. എന്നിട്ട് ഞാൻ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണോളം ഗരം മസാല, ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 800 ഗ്രാമോളം ചിക്കനാണ് എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച 800 ഗ്രാം ചിക്കൻ എടുത്ത് എല്ലാം കൂടി ഒന്ന് അതിലേക്കിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് കൈ എടുക്കാണ്ട് ഒരു 2-3 സെക്കൻഡോളം ഒന്ന് ഇളക്കിയെടുക്കുക. മസാലയിലൊന്ന് ചിക്കനിലേക്കൊന്ന് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവ് കണ്ടതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. എന്നിട്ട് ഞാനിതിലേക്ക് പിന്നെ ഇടുന്നത് കസൂരി മേത്തിയാണ്. നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കസൂരി മേത്തി ഇടുന്നത്. കുറച്ച് ഒരു പിഞ്ച് കസൂരി മേത്തി എടുത്ത് അതൊന്ന് അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂറോളം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട്, ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് ഒന്ന് അതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഞാൻ ചിക്കനെല്ലാം ഒന്ന് പൊരിച്ച് മാറ്റി വെക്കുന്നതാണ്. കരിയെ പൊരിക്കാണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് പൊരിച്ച് മാറ്റി വെക്കുക. ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചാൽ മതി. അതാകുമ്പോൾ ഉള്ളെല്ലാം നല്ലോണം വെന്തോവും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മസാല പെട്ടെന്നൊരു കരിഞ്ഞു പോകുന്ന മസാലയാണ്, അതുകൊണ്ടാണ് ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി എന്ന് പറയുന്നത്. എന്നിട്ട് അതെല്ലാം ഒന്ന് പൊരിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടറും അതേപോലെ തന്നെ കുറച്ച് ഓയിലും ഇട്ടിന്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിൽ ഓൾ സ്പൈസസ് എല്ലാം ഒന്ന് അതിലേക്കിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഫസ്റ്റ് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, ചിക്കൻ പുരട്ടി വെച്ച മസാല, ആ ചിക്കൻ പുരട്ടി വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വരുന്നവരെ ഒന്ന് അടച്ച് മൂടി വെക്കാം. ഒരു 2-3 തിള വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഗരം മസാല, അതേപോലെ തന്നെ എരി നോക്കിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് എരി കുറവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഈ പൊരിച്ച് മാറ്റി വെച്ച ചിക്കനും ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിള വന്ന് ചിക്കനും മസാലയെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. ഫ്രഷ് ക്രീം ഒഴിച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് മൊത്തത്തിലൊന്ന് 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്ത് വെന്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. നല്ലൊരു ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരും, അതിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ചതിന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഒഴിക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം വിളമ്പാം. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അഫ്ഗാനി ചിക്കനാണ്. നല്ല ക്രീമി ടൈപ്പാണ് ഉണ്ടാകാൻ കറി. ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. താങ്ക് യു.